അയാളുടെ വിജയത്തെ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ അളക്കേണ്ടത് ദ സ്ട്രഗിൾസ് ബിഹൈൻഡ്. വിജയിക്കാൻ വേണ്ടി അവർ നടത്തിയ യാത്രയിലുള്ള പ്രയാസങ്ങളെയാണ് ഞാനും നിങ്ങളും നോക്കേണ്ടത്. ആ സ്ട്രഗിളിനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ ഒരു കാര്യം പറയാം, നെവർ എവർ എ സക്സസ് ഈസ് ആക്സിഡന്റൽ. വിജയം എന്ന് പറയുന്നത് ലോട്ടറി അടിക്കുന്നത് പോലെ ആകസ്മികമായി സംഭവിക്കുന്ന ഒന്നല്ല. അതിന്റെ പിന്നിലെ എഫേർട്ടുകൾ ഉണ്ടാകാം. ഇന്നലെ T20യുടെ ചാമ്പ്യൻസ് ആണ്, പക്ഷെ 2011 മുതലുള്ള എല്ലാ മേജർ ചാമ്പ്യൻഷിപ്പിന്റെയും ഫൈനലിലോ സെമിയിലോ തോറ്റു പുറത്തായവരാണ്. ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായി വന്നിട്ട് ഈ പറയുന്ന നോക്കൌട്ടിൽ നിന്നൊന്നും കടക്കാതെ തോറ്റുപോയ ക്യാപ്റ്റനാണ്. അയാളെ നവമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും അവഹേളിച്ചിരുന്നു. അയാളെ രോഹിത് ശർമ്മയുടെ ആളുകളായ പലരും അപ്പുറത്തും ഇപ്പുറത്തും അവഹേളിച്ചിരുന്നു. പക്ഷെ അയാള് വേൾഡ് കപ്പിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് വന്നപ്പോ ക്ലാസിനെ പുറത്താക്കിയ ബോള്, മില്ലറെ പുറത്താക്കിയ ബോൾ, ആ സ്ട്രഗിളും പരാജയവും, അയാളുടെ പരാജയ രീതിയിലൂടെ നവമാധ്യമങ്ങളിലൂടെ ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിടത്തു നിന്ന് അയാൾ രാജ്യത്തിന് വേണ്ടി പെർഫോം ചെയ്യാൻ വേണ്ടി നടത്തിയ തിരിച്ചുവരവ്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യക്ക് ഒരു മേജർ ട്രോഫിയും ഇല്ലായിരുന്നു. ഇന്നലെ കൈവിട്ടു പോകുമായിരുന്ന ഒരു മത്സരത്തെ ബുംറയെ ഒരു ഓവർ ഏൽപ്പിച്ചിട്ട് അയാളെ തിരിച്ചു പിടിക്കുമ്പോൾ, അയാളെ ക്യാപ്റ്റൻസി ഇന്ന് വാഴ്ത്തിപ്പാടുമ്പോൾ പരാജയപ്പെട്ട ഒരുപാട് മത്സരങ്ങളിൽ അയാൾ വിമർശനങ്ങളുടെ കൂരമ്പുകൾ ഏറ്റിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വിരാട് കോഹ്ലി ഈ ടൂർണമെന്റിന്റെ ഒരു ഘട്ടത്തിലും ഫോമായിട്ടില്ലായിരുന്നു. അയാൾക്ക് കൊടുക്കുന്ന അവസരങ്ങളിൽ നിന്ന് അയാളെ മാറ്റി നിർത്തണമെന്ന് പോലും ആളുകൾ പറഞ്ഞിരുന്നിടത്ത് ഫൈനൽ വന്നപ്പോൾ, ഒരു വലിയ ക്യാൻവാസും ഒരു വലിയ വേദിയും വന്നപ്പോൾ ഇന്നലത്തെ ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് മാറി 59 ബോളിൽ 76 റണ്ണെടുത്ത് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കാൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞു. നിങ്ങൾ എവിടെയാണ് സക്സസിനെ മെഷർ ചെയ്യുന്നത്? സക്സസിനെ മെഷർ ചെയ്യേണ്ടത് ആ 76 റണ്ണൽ. അതിലേക്ക് എത്തുന്നതിന് മുമ്പേ ഉണ്ടായ അയാളുടെ പരാജയങ്ങളിൽ നിന്ന്, അയാളുടെ തിരിച്ചടികളിൽ നിന്ന് എങ്ങനെയാണ് അവർ തിരിച്ചു വന്നതെന്നുള്ളതാണ്. ദിസ് ഇസ് ഓൾ അബൌട്ട് ലൈഫ്. ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സ്മൂത്തായ ഒരു പാതയായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ഇന്ന് A+ നേടി, നിങ്ങൾ ഇന്ന് നല്ല മാർക്ക് വാങ്ങി ഇവിടെ വന്ന് നിൽക്കുക. അതൊക്കെ നേടുമ്പോഴും അതിന്റെ പിന്നിലെ എഫേർട്ടിനെയാണ് ഇവിടെ ആദരിക്കുന്നത്.